പാടുമ്പോൾ ആ പാട്ട് നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. Praise the Lord. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിഞ്ചാരേത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിഞ്ചാരേത്തും സ്നേഹകരം മരുഭൂവിൽ വാടി തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂവിൽ വാടി തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിഞ്ചാരേത്തും
Praise the Lord. Thank you. God bless you. Thank you. Thank you. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ ഈ പ്രവേളിൽ പാടുന്ന എല്ലാ മക്കൾക്കും ആസിക്കും കർത്താവ് അധികമായ കൃപയും അഭിഷേകവും അവിടുന്ന് പൗരന്മാരാകട്ടെ. തുടർമാന ദൈവജനം കേൾപ്പാൻ പോകുകയാവുന്നു. വചനത്തിന്റെ വാതിൽ ദൈവഭക്തിനെ തുറന്നു കിട്ടുവാൻ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദവൃത്തി ആത്മാവ് നമ്മൾ ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രാജാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, സന്ധ്യാസമയം കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സ്തോത്രത്തോടു കൂടി കടന്നു വരുന്ന കർത്താവേ, ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളെ നടത്തിയ നിന്റെ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ ഞങ്ങളോട് മനസ്സലിയണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ കാണിക്കണം. ഈ രാത്രിയിൽ നിന്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. രാത്രി കടന്നു വന്ന ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ വഴിയിൽ നടക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ലൈനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അല്പസമയം ഞങ്ങൾ വചനത്തിന്റെ മുൻപാകെ ആകുന്ന കർത്താവേ, നിന്റെ വചനം കേട്ടതനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ, നല്ല ഫലം കായ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇഷ്ടം പ്രബലനാഥ സമ്മതിക്കല്ലേ കർത്താവ് തന്നെ ഞങ്ങളുടെ മധ്യ വാഴണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പാട്ടുപാടിയ പ്രിയ കർത്താവെ, അമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിന്റെ ദാസ്യതയും വീണ്ടും അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് വേണ്ടി ശോഭിക്കുവാനും അധികമായി കർത്താവെ, നീ കർത്താവെ നിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവെ ഓടുവാൻ നിന്റെ മക്കളെ കുടുംബമായി സഹായിക്കണമേ. കർത്താവെ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണേ. ലീഡിയുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. അതിനകത്ത് കർത്താവെ കടന്നു വരുന്ന കർത്താവിന്റെ ദാസനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് കർത്താവെ, അല്ലെങ്കിൽ ദാസനെ നീ അഭിഷേകം ചെയ്യണം. പരിശുദ്ധാത്മാവിനാൽ എഴുതിയ വചനം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സംസാരിക്കുവാനും അത് ഗ്രഹിക്കുവാനും ഞങ്ങളുടെ കാതുകളെ കർത്താവ് തുറക്കണമേ, ഹൃദയങ്ങളെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഭാരങ്ങളും കർത്താവെ, പ്രയാസങ്ങളുമായി മനോവേദനകളായി നെടുവീർപ്പുമായി കടന്നു വന്നിരിക്കുന്ന ജനത്തിന് കർത്താവെ വചനം ആശ്വാസവും വിടുതലും സൗഖ്യവും സമാധാനമായിരിക്കാം. ദൈവമേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങൾ ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തി കർത്താവെ ക്രിസ്തുവിന് പ്രസാദരമാക്കി തീർക്കണമേ കർത്താവെ. നിത്യതയൊക്കെ അടുപ്പിക്കുന്ന കർത്താവെ ഓരോ പ്രവൃത്തികളുമായിരിക്കും ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, സ്വർഗീയ ജ്ഞാനത്തിലും ദർശനത്തിലും വളർന്ന് വർദ്ധിച്ചു വരുവാൻ ദൈവമേ സഹായിക്കണം. യേശുവേ, ഞങ്ങളെ അടിയനെ കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ്, കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കുടുംബമായി ഏൽപ്പിക്കുകയാണ്, അടിയങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വഴിയിൽ ഞങ്ങളെ കർത്താവെ നടത്തണമേ കർത്താവെ. യേശുവിന്റെ രക്തത്തിൽ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞു കർത്താവെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. സ്തോത്ര വചന സൂക്ഷയ്ക്കായി ദൈവദാസന് ഒരുങ്ങിയിരിക്കുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. യഹോവയെ അരുളിച്ചേണമേ. അടിയാൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന കേൾക്കും. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥന വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. വചന സൂക്ഷിക്കായി ദൈവത്തിനെ ക്ഷണിക്കുന്നു. ഡെട്രോയിൽ നിന്നും പാസ്റ്റർ ജോയ് തോമസ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാം. കർത്താവിനെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ കർത്താവിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ആ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മളൊരു വാക്യം വായിച്ചത്. ആ 1-ാം അധ്യായത്തിൽ നിന്ന് തുടർന്നാണ് നമ്മൾ പഠിക്കുന്നു. ഇങ്ങനെയാണ്: എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഒരിക്കലും ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകളോ പരീക്ഷകളോ ഒന്നും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ല. എല്ലാം ദുഃഖം തരുന്ന കാര്യങ്ങളാണ്, വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്, നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ യാക്കോബ് പറയുക, ആ സമയത്ത് നിങ്ങൾ നിരാശപ്പെടാതെ, നിങ്ങൾ ഭാരപ്പെടാതെ, നിങ്ങൾ തകർന്നു പോകാതെ, വിശ്വാസത്തിൽ പതറിപ്പോകാതെ നിങ്ങൾ അതിനെ സന്തോഷത്തിൽ എണ്ണണം. സന്തോഷം എന്ന് എണ്ണണം. എങ്ങനെയാണ് നാം സന്തോഷിക്കേണ്ടത്? അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നാം അറിയണം. അറിഞ്ഞ് അതാ സന്തോഷം വേണ്ടതിന്. എന്തൊക്കെയാണ് നാം അറിയേണ്ടത്? ഒന്നാമതായിട്ട്, ദൈവം നമ്മെ പരിശോധിക്കുന്നു. പരിശോധന, എക്സാമിനർ എപ്പോഴും ദൈവമാണ്. ദൈവത്തിന്റെ ജനത്തിന് പരിശോധനയുണ്ട്. നമ്മുടെ ദൈവജനത്തിൽ ചിന്തിച്ചു, ദൈവമേ, നീ എന്നെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ എന്നെ പരിശോധിച്ചിരിക്കുന്നു. പത്രോസ്
ചിതറിപ്പാർക്കുന്ന ജനം പീഡയിൽ കൂടെ കടന്നുപോയപ്പോൾ എഴുതിയത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാ. അപ്പൊ വിശ്വാസത്തിന് പരിശോധനയുണ്ട്, വിശ്വാസിക്ക് പരിശോധനയുണ്ട്. അപ്പൊ ദൈവമാണ് നമ്മളെ പരിശോധിക്കുന്നത്. അത് നമ്മളെ നശിപ്പിക്കുവാനല്ല, നമ്മളെ ഒരുക്കിയെടുക്കുവാൻ, നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ. അത് ഇയ്യോബ് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, നീ എന്നെ പരിശോധിച്ചാൽ ഞാൻ പൊന്നുപോലെ, നീ എന്നെ ശോധന അയച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മക്കൾക്ക് പരിശോധനയുണ്ട്, അത് നാം അറിയണം. 2, പരീക്ഷകളുണ്ട്. പരീക്ഷിക്കുന്നത് സാത്താനാണ്. ആ പരീക്ഷയിൽ നാം അകപ്പെടാതിരിക്കാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. 3-ാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമ്മളെ ബാലശിക്ഷകളിലൂടെ നടത്തുന്നു. ആ ബാലശിക്ഷകൾ നടത്തുമ്പോൾ ബാലശിക്ഷ ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ബാലശിക്ഷ? നമ്മുടെ ജീവിതത്തിലെ ഷോർട്ട് കമ്മിങ്സ്, ചെറിയ കുറവുകൾ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നാം ഡിസൊബീഡിയൻസ് ആയിട്ട്, അനുസരണക്കേടായിട്ട് കാണിക്കുമ്പോഴെല്ലാം കർത്താവ് നമ്മളെ ചെറിയ ബാലശിക്ഷകളുടെ ഉദ്ദേശം എന്താണെന്നും ബാലശിക്ഷകൾ നൽകുന്നതിന്റെ പിന്നിലെ ആ പർപ്പസ് എന്താണെന്നും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ലോകത്തോടുകൂടെ നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, ഒരു വലിയ ശിക്ഷാവിധിയിൽ നമ്മൾ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കാവുന്നു. ബാലശിക്ഷയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ആ മനോഭാവം എങ്ങനെയായിരിക്കണം? നമ്മുടെ മനോഭാവം നാം മുഷിഞ്ഞു പോകരുത്. ബാലശിക്ഷ നാം അനുഭവിക്കുമ്പോൾ നമ്മൾ മുഷിയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ അത് വേണ്ട നമുക്ക് പറയരുത്. നമുക്കൊരു പിതാവുള്ളത് കൊണ്ടാണ്, നമ്മൾ മക്കളായതുകൊണ്ടാണ് ബാലശിക്ഷ നമുക്ക് നൽകുന്നത്. 4-ാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഞാൻ ചിന്തിച്ചതാണ്, ഒരിക്കൽ കൂടെ ഒന്ന് ഉണർത്തിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പൈശാചിക പോരാട്ടങ്ങൾ നമുക്കെതിരെയുണ്ട്. ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് എല്ലാ കാലത്തും പിശാചിന്റെ പോരാട്ടങ്ങളുണ്ട്. തന്ത്രങ്ങളിലൂടെയും ഒക്കെ പിശാച് നമ്മളെ പോരാടി നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ നോക്കും. അപ്പോൾ 1, നാം അറിയേണ്ടത് ദൈവം പരിശോധിക്കുന്നു. 2, സാത്താൻ പരീക്ഷിക്കുന്നു. 3, കർത്താവ് ബാലശിക്ഷ നൽകാറുണ്ട്. 4, പിശാച് പോരാട്ടങ്ങൾ അഴിച്ചുവിടാറുണ്ട്. ഇനി 5-ാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ഞാൻ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് വേറെ അളവുകളൊന്നുമില്ല. അതിന് ഞാൻ പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള ഡിവൈൻ വിസ്ഡമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം തിരിച്ചറിയാൻ എനിക്ക് വേണ്ടത് സ്വർഗീയമായ ജ്ഞാനമാണ്. പൗലോസ് തിരിച്ചറിഞ്ഞു. തന്റെ ജഡത്തിലിരിക്കുന്ന ശൂലം അതെന്താണെന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. ആ ഡിവൈൻ ജ്ഞാനം, ദൈവം വെളിപ്പാടിലൂടെ ജ്ഞാനം വേണമെന്നുള്ളത് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പറഞ്ഞു, കർത്താവ് ഇവർക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കൊടുക്കണമേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം, എനിക്ക് ഗുണവും ദോഷവും തിരിച്ചറിയണം. അതിന് ദൈവം എനിക്ക് ദിവ്യമായ ജ്ഞാനം നൽകണമേ, ദിവ്യമായ നോളജ് എനിക്ക് നൽകണമേ. അതില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട് ഇടയാകണം. അപ്പം ജ്ഞാനം എങ്ങനെയാ? ജ്ഞാനം അത് ദൈവമാണ് നൽകുന്നത്. ദൈവത്തോട് യാചിക്കണം. വേറെ ചില ജ്ഞാനങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. ഭൗമികമായതുണ്ട്, പ്രാകൃതമായതുണ്ട്, പൈശാചികമായതുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഭേദാഭേദങ്ങളെ, തിന്മ ഏതാണ്, നന്മ ഏതാണ്, ഈവിൾ ഏതാണ്, ഗുഡ് ഏതാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ അറിയണം. അടുത്തതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന അതിന്റെ 17-ാം വാക്യമാണ്. 17-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പൊ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. തിരിച്ചറിയാൻ ഡിവൈൻ വിസ്ഡം വേണം. ഇനി 2 കാര്യങ്ങളൂടെ ഉണ്ട് നാം അറിയേണ്ട 2 കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന്. 1, ദൈവം ദാനങ്ങളെ, ദൈവം നന്മകളെ നൽകുന്ന ദൈവമാണ്. 2, ദൈവം മാറാത്തവനാണ്. അങ്ങനെ 7 കാര്യങ്ങളാണ് നാം ഈ അധ്യായത്തിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. 1, ദൈവം പരിശോധിക്കുന്നു. 2, സാത്താൻ പരീക്ഷിക്കുന്നു. 3, കർത്താവ് ബാലശിക്ഷ നൽകുന്നു. 4, പിശാച് പോരാട്ടങ്ങൾ അഴിച്ചുവിടുന്നു. 5, ഇത് തിരിച്ചറിയാൻ നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വേണം. 6, ദൈവം നന്മ നൽകുന്ന ദൈവമാണ്. ദൈവം ദാനങ്ങളെ നൽകുന്ന ദൈവമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക്. പിശാച് ദൈവത്തെക്കുറിച്ച് തെറ്റായ ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടും. പലപ്പോഴും ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഇപ്പൊ എനിക്ക് ക്യാൻസർ വരുത്തുന്നത്? എന്തുകൊണ്ടാണ് ദൈവം എന്റെ കുഞ്ഞിനെ അപകടത്തിൽപ്പെടുത്തിയത്? എന്തുകൊണ്ട്? നമ്മൾ എല്ലാത്തിനെയും ബ്ലെയിം ചെയ്യുന്നത് ദൈവത്തെയാണ്. ദൈവം അങ്ങനെ ചെയ്തു. അപ്പൊ അവിടെ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം അല്ല അതിന്റെ ഒന്നും ഓദർ. ദൈവം സെൽഫിഷ് അല്ല, ദൈവം സ്റ്റിങ്ങി അല്ല, അല്ലെങ്കിൽ ദൈവം അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. ദൈവം സ്നേഹസ്വരൂപനായ ദൈവമാണ്. അതാ നമ്മുടെ മനസ്സിനകത്തുണ്ടാകേണ്ട ഒരു സ്നേഹമുള്ള പിതാവ്.
ഒരു കരുതുന്ന പിതാവ്. ഇതൊക്കെ പൗലോസും പത്രോസും ഒക്കെ എഴുതിയപ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവം, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുക. യോഹന്നാൻ എഴുതിയപ്പോൾ പറഞ്ഞു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം. പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞു, കരുണാസമ്പന്നനായ ദൈവമോ തന്റെ സ്നേഹം. അപ്പൊ ഇവിടെ എല്ലാം കരുണയുള്ള ദൈവം, സ്നേഹമുള്ള ദൈവം, ആ ദൈവത്തെയാണ് നമുക്ക് ബൈബിള് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ദൈവത്തെ പലപ്പോഴും പിശാച് ചിത്രീകരിക്കുന്നതാണ്, നീ ദൈവത്തെ സ്നേഹിച്ചു, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇത് വന്നു, നിന്റെ ജീവിതത്തിൽ അത് വന്നു, കഷ്ടം വന്നു, നഷ്ടം വന്നു, ദൈവം നിന്നോട് സ്നേഹമൊന്നുമില്ല, ദൈവം നിന്നോട് ഭയങ്കര പ്രതികാരത്തിലാണ്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് തെറ്റായ ചിന്തകൾ നമുക്ക് നൽകുകയാണ്. പക്ഷെ അങ്ങനെയല്ല. എല്ലാ നല്ല ദാനങ്ങൾ മാത്രമാണ് ദൈവം നമുക്ക് നൽകുന്നത്. കർത്താവ് നമുക്ക് എന്ത് തന്നാലും അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം തന്ന കുഞ്ഞുങ്ങൾ അത് ബെസ്റ്റാ, ദൈവം തന്ന കുടുംബജീവിതം അത് ബെസ്റ്റാ, ദൈവം നമുക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും, ദൈവം തന്റെ പുത്രനെ നമുക്ക് ലോകത്തിലേക്ക് അയച്ചു, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പുത്രനെ നമുക്ക് ലോകത്തിലേക്ക് അയച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നമുക്ക് എന്ത് നൽകിയാലും അത് ഏറ്റവും. ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, ഓരോ സൃഷ്ടിപ്പ് കഴിയുമ്പോഴും ദൈവം പറയുന്നത് നല്ലതെന്ന് കണ്ടു. നല്ലത് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. ചീത്തയായതൊന്നും ചെയ്യുന്ന ദൈവമല്ല, തിന്മയായത് ചെയ്യുന്ന ദൈവമല്ല, ദോഷമായത് ചെയ്യുന്ന ദൈവമല്ല. ഇനി ഇവിടെ നമ്മൾ തിരിച്ചറിയാനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള്, ദൈവം നന്മ ചെയ്യുന്ന ദൈവമാണ്, ദൈവം നല്ലത് മാത്രം ചെയ്യുന്ന ദൈവമാണ്, ദൈവം നന്മകളെ ദാനങ്ങളെ നൽകുന്ന ദൈവമാണ്. പിശാച് ദൈവത്തെക്കുറിച്ച് വരുത്തുന്ന തെറ്റായ ചിന്തകളിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുവാനായിട്ട് ഇടയാകണം. ദൈവഹിതപ്രകാരം ഞാൻ മുൻപോട്ട് പോകുമ്പോൾ ദൈവമാണ് എന്നെ നടത്തുന്നതെങ്കിൽ ദൈവം എനിക്ക്, അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്, അതും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ ദൈവമാണ് എല്ലാ നല്ല ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. രണ്ട്, നമുക്ക് തിരിച്ചറിയേണ്ടത് ഇതാണ്, ദൈവം നന്മകൾ മാത്രം നൽകുന്ന ദൈവമാണ്. ആ ദൈവം തരുന്ന എല്ലാ കാര്യങ്ങളും നന്മകളാണ്. നമ്മൾ തിരുവെഴുത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് നന്മകളെ നൽകുന്നു. മറ്റൊരു എഴുതിയിരിക്കുന്നു, തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികമായി നന്മ കൊടുക്കുന്ന ദൈവമാണ്. തിന്മ പ്രവർത്തിക്കുന്ന ദൈവമല്ല, തിന്മ തരുന്ന ദൈവമല്ല, ഇരുട്ട് തരുന്ന ദൈവമല്ല. ദൈവം ഒരു ഇരുട്ടിലൂടെ നമ്മളെ നടത്തുന്നു എന്ന് തോന്നിയാൽ പോലും അതൊരു ഹോളി ഡാർക്ക്നെസ് ആയിരിക്കും. ആ ഇരുട്ടിനകത്തുനിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഒരിടത്ത് വന്നപ്പോൾ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഓടി 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 വരുമ്പോൾ ഒരിടത്ത് വരുമ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്നാ. അവൻ വിചാരിച്ചത് രാത്രി കൊണ്ട് അങ്ങ് വീട്ടിൽ ചെല്ലാമെന്നാ. പക്ഷെ ഒരിടത്ത് വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ സൂര്യൻ അസ്തമിച്ചു. അത് ദൈവം അനുവദിച്ചിട്ട് അവിടെ വരുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത്. അവനൊരു കല്ല് തലേണയായി വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ എന്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവിടെ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു? ആ അസ്തമിച്ച ആ കൂരിരുട്ടിൽ ദൈവത്തിന് യാക്കോബിനോട് സംസാരിക്കാനായിരുന്നു. ആ ഗോവേണിയിൽ നിന്നുകൊണ്ട് ദൈവം ഇടപെടുകയായിരുന്നു. പ്രോമിസ് കൊടുക്കാനാ, ഉറപ്പ് കൊടുക്കാനാ, ധൈര്യം കൊടുക്കാനായിരുന്നു ദൈവം അവിടെ ഒരു രാത്രി വരുത്തുന്നത്. അപ്പം ദൈവം നന്മകൾ മാത്രം തരുന്ന ദൈവമാണ് എന്ന് നമുക്ക്, എന്നാൽ ഇയ്യോബ് പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് നന്മകൾ കൈക്കൊള്ളരുതെങ്കിൽ ദൈവത്തിൽ നിന്ന് തിന്മകളും കൈക്കൊള്ളരുതോ. വാസ്തവത്തിൽ ദൈവം അല്ലല്ലോ അവിടെ തിന്മ അയച്ചത്, പിശാചല്ലേ അതെല്ലാം വരുത്തി കൊടുത്തത്. ദൈവം അനുവദിച്ചപ്പോൾ പിശാചാണ് അതെല്ലാം വരുത്തി കൊടുത്തത്. പക്ഷെ ഇയ്യോബ് അതൊന്നും അറിയാതെയാ പറയുന്നത് തിന്മകളും. അപ്പൊ ദൈവം തിന്മകളുടെ ദൈവമല്ല. തിന്മകൾ പൈശാചികമായത് എല്ലാം കടന്നു വരുന്നത് പിശാചിൽ നിന്നാണ്. ദൈവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ദൈവം നന്മകൾ മാത്രം നൽകുന്ന ദൈവമാണ്, എല്ലാ നല്ല ദാനങ്ങളും. ഇനിയും നമ്മുടെ ജീവിതത്തിൽ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം നൽകുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. അതിപ്പോ നമുക്ക് നമ്മുടെ അറ്റ് പ്രസന്റിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നന്മയാണെന്ന് അറിയത്തില്ലെങ്കിലും പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ദൈവം എനിക്കതെല്ലാം നൽകിയത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ നന്മ, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അന്ന് മറുപടി തരാതിരുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അന്ന് എനിക്ക് മറുപടി തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ദൈവസന്നിധി കാണത്തില്ലായിരുന്നു. നമ്മൾ ആ നിലയിലാണ് തിരിച്ചറിയേണ്ടത്. എല്ലാം തിന്മയായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയല്ല. ദൈവം എല്ലാം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമാണ്. ഇനി ശത്രു വരുത്തിയ തിന്മകൾ പോലും ജോസഫ് പറഞ്ഞെന്താ, നിങ്ങൾ എനിക്ക് ദോഷമായിട്ട് ചെയ്തു, ദൈവമോ ഇന്ന് ഈ കാണുന്നത് പോലെ എല്ലാം എനിക്ക് ഗുണമാക്കി തീർത്തു. അപ്പം ശത്രുക്കൾ വരുത്തുന്ന ആ തിന്മകൾ, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കയ്പുകൾ, നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ആ സ്ട്രഗിൾസ്, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ആ പെയിന്, നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ആ താഴ്ചകൾ, ഇതെല്ലാം ദൈവം പ്രവർത്തിച്ചിട്ട്, അത് ഒരു ദിവസം കൊണ്ടല്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെട്ടെന്ന് നന്മയ്ക്കായി മാറുമെന്ന്. ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും തിന്മയായിരിക്കാം, പക്ഷേ നാം അപ്പോഴും ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അങ്ങനെയാ റോമാലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി
അത് ദൈവം പ്രവർത്തിച്ചിട്ട. ഇറ്റ് ടേക്സ് ടൈം. കുറെ സമയങ്ങളെടുക്കും, ചിലപ്പോൾ കുറെ കാലങ്ങളെടുക്കും, ചിലപ്പോൾ കുറെ ആണ്ടുകളെടുക്കും. നമ്മളവിടെ സഹിഷ്ണുതയോടെ നിൽക്കുക. ആ സമയത്തെല്ലാം നമ്മുടെ അധരത്തിൽ നിന്ന് ഉരുവിട്ട് സ്തോത്രം ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവേ, എന്റെ ജീവിതത്തിൽ തിന്മയായി ഭവിച്ചതെല്ലാം അങ്ങ് എനിക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അത് നമുക്ക് നന്മയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുന്നിടം വരെയും നമ്മുടെ അധരത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം സ്തോത്രം ചെയ്തു, സ്തോത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം നൽകുന്നതെല്ലാം ദാനങ്ങളാണ്, നല്ല ദാനങ്ങളാണ്. ദൈവം നൽകുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ദൈവം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. നമ്മത് മനസ്സിലാക്കണം. ഒരു ദിവസം തന്നിട്ട് അങ്ങ് നിർത്തിക്കളയുന്ന ദൈവമല്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾക്ക് മന്ന അത് ഒരു ദിവസം കൊണ്ട് അങ്ങ് നിർത്തി. അവരുടെ ആ കനാനിലെത്തി മറ്റൊരു പോംവഴി, മറ്റൊരു സൊല്യൂഷൻ അവർക്കുണ്ടാകുന്നിടം വരെയും ദൈവം. ഇതിനിടയ്ക്ക് അവര് പിറുപിറുക്കുന്നുണ്ട്, അവര് മത്സരിക്കുന്നുണ്ട്, അവരനുസരണക്കേട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരെ ആരെയും പട്ടിണിക്കിട്ട് ദൈവം കൊന്നില്ല. അവർക്ക് ദാനമായി നൽകിക്കൊണ്ടിരിക്കുന്ന ആ മന്ന, പാറയിലെ വെള്ളം, അവരുടെ മേഘസ്തംഭം, അവരുടെ അഗ്നി തൂണ്, ഇതെല്ലാം ദൈവം അവർക്ക് ദാനമായി നൽകുക. ആ ദാനങ്ങളെല്ലാം ദൈവം അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പൊ ദൈവം നൽകുന്ന ആ ദാനങ്ങൾ ദൈവം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് നിരന്തരം ചെയ്യുന്ന ദൈവമാണ്. നിരന്തരം ദൈവത്തിന്റെ കൃപകളെ പകരുന്ന ദൈവമാണ്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിയിട്ട് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. എന്താ ദാനം? രക്ഷ. നമ്മൾ അനുഭവിച്ച രക്ഷ ദൈവത്തിന്റെ ദാനമാ. ദൈവപുത്രനാകുന്ന ക്രിസ്തു ദാനമാ. പരിശുദ്ധാത്മാവ് ദാനമാ. നാം ഇന്ന് പകൽ എന്തെല്ലാം ദൈവത്തിൽ നിന്ന് അനുഭവിച്ചുവോ അതെല്ലാം, അത് ഏറ്റവും വിലപിടിപ്പുള്ളതെല്ലാം ദൈവം ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊന്നും പണം കൊടുക്കണ്ട. അതെല്ലാം ദൈവം ഫ്രീ ആയിട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ദൈവം നൽകുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നാം അറിയണം. ദൈവം നന്മകൾ മാത്രം നൽകുന്ന ദൈവമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവം ഉയരത്തിൽ നിന്ന് ദാനങ്ങളെ പകരുന്ന, അത് നിരന്തരമായി പകർന്നുകൊണ്ടിരിക്കുന്ന, നാം കാണാതിരിക്കുമ്പോൾ പോലും, നാം അറിയാതിരിക്കുമ്പോൾ പോലും, നാം ഉറങ്ങുമ്പോൾ പോലും ദൈവം തന്റെ കൃപകളെ നമ്മുടെ മേൽ പകരുന്നു. ദൈവം തന്റെ അനുഗ്രഹം നമ്മുടെ മേൽ പകരുന്നു. ദൈവം തന്റെ ദിവ്യ സ്വഭാവം നമ്മുടെ മേൽ പകരുന്നു. തന്റെ സ്നേഹം നമ്മുടെ മേൽ പകരുന്നു. ഈ ദാനങ്ങളെ ദൈവം നിരന്തരമായി നാം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ എല്ലാ മേഖലയിലും ദൈവം നിരന്തരമായി തന്റെ കൃപകളെ നമ്മുടെ മേൽ പകർന്നു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിരന്തരം സ്തോത്രയാഗം അർപ്പിക്കുവാൻ കടപ്പെട്ടവരാ. നാം നിരന്തരം ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാ. നാം മടികൂടാതെ, കാരണം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാം ദൈവത്തെ സ്തുതിക്കണം. കാൽവരി നിത്യജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയില്ലേ? അത് എത്ര ഭയങ്കര കാര്യമാണ്. നാം ദൈവത്തെ സ്തുതിക്കണം. ഇപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഭൗതികമായ ആ കാര്യങ്ങൾക്ക് മാത്രമല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോഴെല്ലാം, കർത്താവെ, അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നതിനായി സ്തോത്രം. കാൽവരി ക്രൂശിലെ ആ വലിയ രക്ഷ അനുഭവിക്കുവാൻ, കാണുവാൻ എന്റെ കണ്ണ് തുറന്നു തന്നതിനായി സ്തോത്രം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനായി സ്തോത്രം. എത്ര വലിയ കാര്യങ്ങളാ അതൊക്കെ. ഒരു കൊച്ചു വീട് കിട്ടിയതോ, ഒരു കൊച്ചു കാറ് കിട്ടിയതോ, ഇതിനൊന്നും അല്ല നമ്മൾ ശരിക്കും സ്തോത്രം പറയേണ്ടത്. അതിനേക്കാളൊക്കെ വിലയേറിയ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ദൈവം ഒരുക്കി തന്നു. അതിന് നാം ഭയങ്കര സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പൗലോസ് പറയും, എനിക്ക് ശക്തി തന്നത് ദൈവമാ, എന്നെ വിശ്വസ്തനം നേടിയത് ദൈവമാ, എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവമാ. പൗലോസ് സ്തോത്രം പറഞ്ഞേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് പുതിയ നിയമത്തിൽ. അതൊന്നും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളല്ല. ദൈവമക്കൾ ആ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്തോത്രം പറയണ്ടെന്നല്ല. കാരണം ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നീ നല്ല വീട് വെച്ച്, നീ നല്ല മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, നീ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മറക്കരുത്. അവിടെയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യേണ്ടെന്നല്ല. കാരണം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർക്ക് ഭൗതിക നന്മകൾ ദൈവം കൂടുതലും ചെയ്തത്. അവർക്കൊരു അക്ഷരിക കനാന വാക്തത്വം ചെയ്തത്. അവര് ന്യായപ്രമാണത്തിന് കീഴില്ല. നമ്മളോ ദൈവ കൃപായുഗത്തിന്റെ കീഴിൽ നമ്മൾ അനുഭവിച്ചതെല്ലാം സ്വർഗീയമായതാ. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിത്യമായതാ. അതുകൊണ്ട് നമ്മൾ ആ അക്ഷരീയമായ കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നതിനേക്കാൾ നമ്മൾ അനുഭവിച്ച ആ പുത്രത്വം എന്ന പദവി, കർത്താവേ, നിന്റെ ആത്മാവിനെ എന്റെ മേൽ കൈപ്പണിയായി ഒന്നിലും വസിക്കാതെ നിന്റെ മന്ദിരമായിട്ട് എന്റെ ശരീരത്തെ മാറ്റിയതിനായി സ്തോത്രം. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ഒന്ന് സ്തോത്രം ചെയ്തു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങും. നല്ല ആത്മീയ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ നിരാശകളെല്ലാം മാറാൻ തുടങ്ങും. ദൈവത്തെ അങ്ങ് അധികമായി സ്നേഹിക്കാൻ തുടങ്ങും. കാരണം ദൈവം നല്ലവനാ.
യഹോവ നല്ലവൻ. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ആവർത്തിച്ച് അവരുടെ ആരാധനകളിൽ ഉരുവിടുന്ന ഒരു കാര്യമാണ്. യോശാഫാത്തും കൂട്ടരും അമോന്യരും മോവാബിരും മിയൂനിരും ഒക്കെ അവർക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിച്ച ഒരു പല്ലവി ഇതാ, ആവർത്തിച്ച് പറയുക, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, യഹോവ നല്ലവനല്ലോ, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്. നമ്മുടെ ആയുസ് മുഴുവനും നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴോ അപ്പോഴെല്ലാം പറയണ്ട, ദൈവമേ അങ്ങ് നല്ലവനാണ്, അങ്ങ് നല്ലത് മാത്രം എനിക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. ഇന്നെന്റെ ജീവിതത്തിൽ കയ്പെന്ന് തോന്നുന്നതിനെ മാറായെ മധുരമാക്കാൻ അങ്ങേക്ക് കഴിയും, വിലാപത്തെ നൃത്തമാക്കാൻ അങ്ങ് കഴിയും, രട്ടഴിച്ചു മാറ്റി ഉത്സവവസ്ത്രം ധരിപ്പിക്കാൻ അങ്ങ് കഴിയും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കാൻ ദൈവത്തിന് കഴിയും, എന്റെ ദൈവത്തെ കത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ, അങ്ങ് എനിക്ക് വേണ്ടി ദാനങ്ങളെ നൽകുന്നതിനായി, അങ്ങ് എനിക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നതിനായി, ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില തിന്മകൾ പോലും ദൈവമേ അങ്ങ് പ്രവർത്തിച്ചിട്ട് അത് നന്മയാക്കി മാറ്റുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇത് ഇങ്ങനെ പറഞ്ഞ് ഒരു ദൈവവൈതിൽ ഇരുന്ന് ദൈവസന്നിധി സ്തോത്രം ചെയ്യുമ്പോൾ നാം ആത്മാവിൽ ഉണർത്തപ്പെടും. നമ്മുടെ അകത്തെ മനുഷ്യൻ ഉണരാൻ തുടങ്ങും, നമ്മുടെ ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങും, നമ്മുടെ നിരാശകളെല്ലാം മഞ്ഞുപോൽ ഉരുകാൻ തുടങ്ങും. ഇങ്ങനെ ഭയങ്കരമായ ആത്മീയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഞാൻ അനുഭവിക്കുന്ന ആ ആത്മീയ സന്തോഷത്തെക്കാൾ ഇരട്ടി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവം നിരന്തരമായി തന്റെ ദാനങ്ങൾ, തന്റെ കൃപകൾ നൽകിക്കൊണ്ടേയിരിക്കുക. അടച്ചു കളയുന്ന ദൈവമല്ല, അത് നിർത്തിക്കളയുന്ന ദൈവമല്ല. നമ്മൾ എവിടെ വരെ എത്തുന്നോ, നമ്മളെ എവിടെ വരെ കൊണ്ടെത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നോ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവോളം ദൈവം തന്റെ കൃപകളെ നമ്മുടെ മേൽ പകരുന്നു. ദൈവം നൽകുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം നന്മകൾ മാത്രം നൽകുന്നു. ദൈവം നല്ല ദാനങ്ങളെ നൽകുന്നു. അത് ഉയരത്തിൽ നിന്ന് വരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ആറാമത്. ഏഴാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഗാഡ് നെവർ ചേഞ്ച്. ദൈവം ഒരിക്കലും മാറാത്തവനാണ്. ആരെല്ലാം മാറിയാലും ഞാൻ എത്രയോ പ്രാവശ്യം മാറുന്നു. എന്റെ സ്വഭാവം ഒരു ദിവസം തന്നെ രാവിലത്തെ സ്വഭാവം ആയിരിക്കത്തില്ല 12 മണിയാകുമ്പോൾ, 12 മണിക്കത്തെ സ്വഭാവം ആയിരിക്കത്തില്ല 4 മണിയാകുമ്പോൾ, 4 മണിക്കത്തെ സ്വഭാവം ആയിരിക്കത്തില്ല രാത്രിയാകുമ്പോൾ. ഒരു ദിവസം തന്നെ എന്റെ സ്വഭാവത്തിന് എത്രയോ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അടുത്ത വാക്കാണ്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അവൻ ഒരിക്കലും മാറാത്തവനാണ്. അവനൊരിക്കലും അവന്റെ വാക്തത്വങ്ങളിൽ നിന്നൊന്നും എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓർ ഷിഫ്റ്റിംഗ് ഷാഡോ, അങ്ങനെ there is no variation or shifting shadow. ഒരിക്കലും മാറാത്തവനാണ്. അതുകൊണ്ടായി യഹോവയായ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് പഴയ നിയമത്തിലെ മലാക്കിയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, യഹോവയായ ഞാൻ മാറാത്തവൻ. ഇത് തന്നെയാ പുതിയ നിയമത്തിൽ അതേ ഒരു ശബ്ദം തന്നെ, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് വഴി, ഞാനാണ് സത്യം. ഞാൻ ഒരിക്കലും മാറുകയില്ല. നമ്മളാണ് മാറിപ്പോകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്, ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം എന്താ എന്നെ കൈവിട്ടെ? പക്ഷെ ദൈവത്തിന്റെ വാക്തത്വം എന്തുവാ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല. ഇത് പറഞ്ഞ ദൈവം ഒരിക്കലും മാറത്തില്ല. പിന്നെ നമ്മൾ തിരിച്ചാ ചിന്തിക്കണ്ടേ. നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കേ, കർത്താവേ ഞാൻ എവിടാ നിന്നെ മറന്നേ? ഞാൻ എവിടാ നിന്നെ കൈവിട്ടെ? ഞാൻ എവിടാ നിന്നെ ഉപേക്ഷിച്ച് പോയ സമയങ്ങൾ? എന്നോട് ക്ഷമിച്ച് എന്നെ മടക്കിയെടുക്കണേ. എനിക്കൊരു കാര്യം ഉറപ്പാ, നീ മാറത്തില്ല, നീ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല, ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ല. അങ്ങ് പറഞ്ഞതാ, പക്ഷെ ഞാൻ കൈവിട്ടിട്ടുണ്ട്, ഞാൻ അങ്ങേ മറന്നിട്ടുണ്ട്, ഞാൻ അങ്ങ് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഞാനാണ് തെറ്റുകാരൻ. ദൈവത്തെ ബ്ലെയിം ചെയ്യാൻ നമ്മൾ എല്ലാത്തിനും തയ്യാറാകാതെ ഞാൻ എന്നിലേക്ക് നോക്കുക, എന്നെ മനസ്സിലാക്കുക. ഞാൻ എവിടെയാ തെറ്റിയത്? ഞാൻ എവിടെയാ ദൈവത്തെ മറന്നത്? ഞാൻ എവിടെയാ ദൈവത്തെ കൈവിട്ടത്? ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കൈവിടത്തില്ലെന്ന്. ദൈവം മാറാത്തവനാ. ദൈവം തന്റെ വാക്തത്വങ്ങൾ എല്ലാം ഊ എന്ന് തന്നെയാ. അതിനൊന്നും മാറ്റമില്ല. ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. കർത്താവിന്റെ വചനത്തെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആകാശം മാറും, ഭൂമി മാറും, പക്ഷെ ദൈവത്തിന്റെ വചനമോ അത് ഒരിക്കലും മാറുകയില്ല. പുല്ലുണങ്ങി പൂ ഉതിർന്നു പോകുന്നു, പക്ഷെ ദൈവത്തിന്റെ വചനമോ അതൊരിക്കലും മാറുകയില്ല. ഏതെല്ലാം കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നത്, പൂവും പുല്ലും ഒക്കെ വാടിയും കരിഞ്ഞും പോകുമ്പോഴും, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവം മാറുകയില്ല. ദൈവത്തിന്റെ വചനത്തിനും മാറ്റമില്ല. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല.
ഭൂമിയുടെ ചലനത്തിനനുസരിച്ച് സൂര്യപ്രകാശത്തിന് മാറ്റം വരുന്നതായി കാണാം. എന്നാൽ സൂര്യൻ അപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴും പ്രകാശം. അപ്പൊ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് അയ്യോ ദൈവം എന്നെ മറന്നുപോയാണല്ലോ, ദൈവം എന്നെ മറന്നുപോയാണ്. നമ്മൾ ദൈവത്തിന്റെ നന്മകളെ കുറിച്ചും ദൈവം മാറാത്തവനാണെന്നും, ആകാശത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, കടലിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, കൂരിരുട്ടിലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ എവിടെയായിരുന്നാലും ദൈവം മാറുകയില്ല, അനന്യനായ ദൈവം, യഹോവയായ ദൈവം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ. ഈ വചനങ്ങളൊക്കെ ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വചനങ്ങളെല്ലാം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ മാറാത്തവൻ, നീ മാറാത്തവൻ. ആരെല്ലാം മാറിപ്പോയാലും മാതാപിതാക്കൾക്ക് മാറ്റം വരാം, സഹോദരങ്ങൾക്ക് മാറ്റം വരാം. പലപ്പോഴും മാതാപിതാക്കളൊക്കെ പല ഡെഡ് ബോഡിയുടെ അടുത്തും ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അല്ലെ പിതാവ് മരിച്ച് ഒക്കെ ഇരിക്കുന്ന മക്കളും എല്ലാവരും വന്ന് വളരെ ദുഃഖത്തോടിരിക്കുമ്പോൾ ഞാൻ ആ സങ്കീർത്തനമൊക്കെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ലിമിറ്റേഷനുണ്ട്. എന്നാൽ നമുക്ക് വേറൊരു പിതാവുണ്ട്. ആ പിതാവിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് നിത്യപിതാവെന്നാണ്. എന്നും പിതാവായിട്ടിരിക്കാൻ. ഇന്ന് ഭൂമിയിൽ എനിക്ക് പിതാവേ എന്ന് വിളിക്കാൻ എന്റെ മാനുഷി, എന്നെ ജനിപ്പിച്ച എന്റെ പിതാവ് ഈ ഭൂമിയിലില്ല. പക്ഷേ എന്റെ പിതാവ് മാറ്റപ്പെട്ടപ്പോഴും എനിക്ക് എല്ലാ ദിവസവും എല്ലാ സമയവും പിതാവേ എന്ന് വിളിക്കാൻ എനിക്കൊരു പിതാവുണ്ട്. അതാണ് നിത്യപിതാവ്, എറ്റേണൽ ഫാദർ. എനിക്കുള്ള ജീവിതത്തിൽ സന്തോഷം അതാണ്. ലോകത്ത് നമ്മൾ കാണപ്പെടുന്നവരെല്ലാം മാറ്റപ്പെടും. എത്രയോ മനുഷ്യരുടെ സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഈ വർഷ ആരംഭത്തിൽ കണ്ട എത്രയോ പേരുടെ രീതികൾക്ക് മാറ്റം ഈ പകുതിയായപ്പോൾ തന്നെ സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ കണ്ട എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. പക്ഷേ നമ്മുടെ ഈ ആയുസ്സിൽ ഇന്നും മാറാത്തവനായിട്ട് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ചാരാനും നമുക്ക് ആശ്രയിക്കാനും നമുക്ക് കൂടെ നടക്കാനും നമുക്ക് വിശ്വസിക്കാനും എല്ലാം കൊള്ളാവുന്ന ഒരാള് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷം വരാൻ കാരണം അതാ, കൺസിഡർ ഇറ്റ് ഓൾ ജോയ്. എല്ലായ്പ്പോഴും അത് അശേഷം സന്തോഷം എന്ന് എണ്ണണമെങ്കിൽ ഈ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. ദൈവം മാറാത്തവനായിട്ട്. എന്തെല്ലാം എൻ്റെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാം. ഒരിക്കൽ അബ്രഹാം 99 വയസ്സായി അബ്രഹാം ഇങ്ങനെ കാത്തിരുന്ന് ഒരിക്കലും ഒരു തലമുറ ഉണ്ടാകുന്നില്ല. അബ്രഹാം നിരാശപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ തന്റെ ശരീരത്തിലേക്കൊക്കെ നോക്കി, സാറയുടെ ഗർഭപാത്രത്തിലേക്ക് നോക്കി, എല്ലാം നിർജീവത്വമെന്ന് അബ്രഹാം കണ്ടു. അതുകൊണ്ട് പൗലോസ് അത് എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്നു, ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും എന്ന് പറഞ്ഞാൽ ബലഹീനമായ ഒരു ശരീരമാണ്, ഇനി ഈ ശരീരത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. സാറായുടെ ഗർഭപാത്രത്തിന്റെ അവസ്ഥയൊക്കെ നിർജീവമായി, അത് ചത്തുപോയി, ജീവനില്ലെന്ന് മനസ്സിലാക്കി. അവരത് ഗ്രഹിച്ചെന്ന രണ്ടുപേർക്കും അത് മനസ്സിലായിരിക്കുന്ന സമയത്ത് ഈ ഉൽപ്പത്തി 17:1 ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, ഞാൻ എൽഷദായിയ. എന്താ വാക്കിന്റെ അർത്ഥം? ഞാൻ സർവശക്തനാ. നീ നിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നീ ബലഹീനനാ, നിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ശരിയാ, എനിക്കും അതറിയാം. പക്ഷേ നിന്റെ ശരീരത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്നു, അത് ഓരോ ദിവസവും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം, നീ എന്നിലേക്ക് നോക്ക്, ഞാൻ ശക്തനാ, ഞാൻ മാറ്റമില്ലാത്തവനാ, എന്നിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലാത്തവൻ. ലോകത്തെ മനുഷ്യരെല്ലാവരും മാറും. എത്രയോ പേര് വാക്കുകൾ പറഞ്ഞിട്ട് അവസരങ്ങൾ വരുമ്പോൾ മാറിയിട്ടുണ്ട്. എത്രയോ പേര് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, രീതികൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തിന് എത്രയോ പേരെ നോക്കുന്നു? നമ്മളിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെ എൻ്റെ സ്വഭാവത്തിന് തന്നെ ഉച്ചയായപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഉച്ചക്കാലത്തെ എൻ്റെ സ്വഭാവം വൈകിട്ടാകുമ്പോൾ മാറുന്നുണ്ട്, രാത്രിയാകുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാവുന്നുണ്ട്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേറൊരു സ്വഭാവം. പക്ഷെ അങ്ങനെ പല സ്വഭാവത്തിൽ കാണുന്ന ഒരാളല്ല ദൈവം. ദൈവത്തിന്റെ സ്വഭാവം എന്നും നിത്യമാണ്. അവൻ സ്നേഹമെന്ന് പറഞ്ഞാൽ അവൻ സ്നേഹം തന്നെയാണ്. കരുണാസമ്പന്നൻ എന്ന് പറഞ്ഞാൽ കരുണാസമ്പന്നൻ. അങ്ങനെ ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ അറിയുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, എനിക്ക് ആനന്ദിക്കാൻ വകയുണ്ട്, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വകയുണ്ട്. അതുകൊണ്ട് ദൈവം മാറാത്തവനാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഈ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവമക്കളാകുന്ന നമ്മൾ തിരിച്ചറിയുകയും സന്തോഷിക്കുകയും ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ നന്മകളെയും, നന്മകൾ, ദാനങ്ങൾ, ഇതെല്ലാം ദൈവം നമുക്ക് നൽകുകയാ. എല്ലാം ദാനങ്ങൾക്ക് നമ്മുടെ പിന്നിൽ ഒരു അധ്വാനവുമില്ല, അതെല്ലാം ഫ്രീ ആയി ദൈവം നമ്മുടെ മേൽ പകരുക. വിലയുള്ളതെല്ലാം നമുക്ക് ദാനമാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്,
നമ്മൾ തിരിച്ചറിയാത്തോ നമ്മുടെ വായിലിരിക്കുന്ന 32 പല്ലുകൾ പോലും അത് ഒന്നൊന്നും നഷ്ടപ്പെടട്ടെ, അല്ലെ ഒന്നിനൊരു കേടുവരട്ടെ, പകരം അവിടെ ഒരു പല്ല് പിടിപ്പിക്കുന്ന എത്ര $1, അമേരിക്ക ചെയ്യണം, എത്ര $, നാട്ടിൽ ചെയ്യണമെങ്കിൽ. ഇനി അങ്ങനെ പകരം ഒന്ന് പിടിപ്പിച്ചാൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിന് തുല്യമാകത്തില്ല. അതെപ്പോഴും ബലഹീനമായിരിക്കും, അതെപ്പോഴും പെയിൻഫുൾ ആയിരിക്കും. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിന്റെ വില നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ഒരു കിഡ്നിക്ക് വേണ്ടി ഓടി നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കിഡ്നിക്ക് വില പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെല്ലാം ശാരീരിക അവയവങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുക, അതിന്റെ വില എന്തും കൊടുക്കാം. പക്ഷേ ഇതെല്ലാം ഒരു കേടില്ലാതെ നമ്മുടെ ശരീരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇതിന്റെ പിന്നിലുണ്ടെന്നും ദൈവമാണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് ഈ ദാവീദ് പറഞ്ഞത്, ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് നോക്കി, അവൻ എന്നെ എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ആകാശത്തിലേക്ക് നോക്കി, അവന്റെ കൈവിരലുകളെ ഞാൻ കണ്ടു. ഞാൻ പ്രപഞ്ചത്തിലെ അപ്പൊ എവിടെ നോക്കിയാലും നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയും. എന്നിലേക്ക് നോക്കിയാൽ, പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, സൃഷ്ടികളിലേക്ക് നോക്കിയാൽ, പക്ഷികളിലേക്ക്, എവിടെ നോക്കിയാലും കർത്താവ് പറഞ്ഞ പറവകളിലേക്ക് നോക്ക്, താമരയിലേക്ക് നോക്ക്, എവിടെ നോക്കിയാലാ നിങ്ങൾക്ക് എന്റെ പ്രവൃത്തികൾ കാണാൻ കഴിയാത്തത്, എന്റെ കരം കാണാൻ കഴിയാത്തത്? നമ്മൾ കാണുന്നതിനെ നമ്മുടെ ആ കാഴ്ചപ്പാടോടെ കണ്ണു തുറന്ന് കാണുമ്പോൾ നമുക്ക് ഇത് കാണാനും ദൈവത്തെ സ്തുതിക്കാനും നമുക്ക് കഴിയുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ നല്ല ദാനങ്ങളും ദൈവം എനിക്ക് നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടല്ലേ ആ മേളിൽ എഴുതിയിരിക്കുന്ന, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. അപ്പൊ ദോഷങ്ങൾ വരുത്തുന്ന ആളല്ല ദൈവം. തന്റെ ജനത്തിന് ദോഷങ്ങൾ വരുത്തിയിട്ട് അതിൽ എൻജോയ് ചെയ്യുന്ന പിശാച് എപ്പോഴും ദൈവത്തെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. നമുക്കൊരു കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആളുകൾ പെട്ടെന്ന് പറയുന്നതാ, ദൈവം എന്തുകൊണ്ട് ഇത് വരുത്തി? ദൈവമാണ് അതിന്റെ ഓർഡർന്ന് പെട്ടെന്ന് നമ്മൾ ദൈവമാണ് അതെനിക്ക് വരുത്തിയത്, അല്ലെങ്കിൽ ഞാൻ എന്റെ കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വഴി വിട്ടത് പോയത് കൊണ്ടാണ്, ദൈവത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം എന്റെ ജീവിതത്തിൽ വരുത്തിയൊരു വേദനയാണ് എന്നൊന്നും നമ്മൾ തിരിച്ചറിയാതെ നാം പെട്ടെന്ന് എല്ലാത്തിനും ദൈവത്തെ ബ്ലെയിം ചെയ്യാതെ ജീവിക്കുവാൻ, ദൈവത്തെ കുറ്റം പറയാതെ ജീവിക്കുവാൻ, ദൈവം നല്ലവനാണെന്നും ദൈവം നന്മകൾ നൽകുന്ന ദൈവമാണെന്നും നമ്മൾ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്താലും അത് നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം ഇന്ന് തന്നെ ഒരു താഴ്ചയിലൂടെ നോക്കൂ, ഇസ്രായേൽ മക്കളെ ദൈവം വിശപ്പിലൂടെ നടത്തി, ദൈവം അവരെ താഴ്ത്തി, ദൈവം അവരെ വിശപ്പിലൂടെ നടത്തുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ചിലത് പഠിപ്പിക്കുവാനാണ്, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, അവർ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവം എനിക്ക് എന്ത് ചെയ്താലും അതെന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, എന്റെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു ബാലശിക്ഷ എനിക്ക് തന്നാൽ പോലും അത് എന്റെ ഗുണത്തിനായിട്ടാണ്. ഞാൻ ശുദ്ധിയുള്ളവനായി നിൽക്കുവാൻ, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം കൊടുത്തു. എന്തിനാ? ദൈവം അനുവദിച്ചിട്ടാ, അതും സാത്താന്റെ ദൂതനെ തന്നെ. പക്ഷെ അതിന്റെ പർപ്പസ് പൗലോസ് മനസ്സിലായപ്പോൾ പൗലോസും ദൈവത്തോട് ഒരു കംപ്ലൈന്റും ഇല്ല, സന്തോഷമേ ഉള്ളൂ. നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, വെളിപ്പാടുകളുടെ ആദ്യത്താൽ നീ നരകത്തിൽ പോകാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും മറുപടി ഇല്ലാതെ വരുന്നത്, ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി തരാതെ അത് നീട്ടിവെക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. യാഗിലെ സന്തോഷം എന്റെ ബലമായി മാറത്തുള്ളൂ, ദൈവത്തിൽ എനിക്ക് ആനന്ദിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ദൈവത്തോട് പരാതിയും ദൈവത്തോട് ദേഷ്യവും ദൈവത്തോട് എനിക്ക് പിറുപിറുപ്പും ഉള്ളവരായിട്ട് ഞാൻ മാറും, ആവലാതി പറയുന്നവരായി മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ തിരിച്ചറിയണം, എന്റെ ദൈവം എനിക്ക് നല്ല ദാനങ്ങളെ നൽകുന്ന ദൈവമാണ്, എന്റെ ദൈവം എനിക്ക് നന്മകളെ നൽകുന്ന ദൈവമാണ്. എന്റെ ദൈവം എനിക്ക് എന്ത് ചെയ്താലും, ഇനി എന്റെ ജീവിതത്തിൽ തിന്മയ്ക്കായി ഭവിക്കുന്നത് പോലും എന്റെ ദൈവം പ്രവർത്തിച്ചിട്ട് അതെനിക്ക് നന്മയാക്കി മാറ്റുകയാണ്. ദൈവം ഒരു ദൈവം എനിക്ക് തരുമ്പോൾ അത് നിരന്തരമായി തന്നുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. നിരന്തരം, രാവിലെ തോറും അവന്റെ വിശ്വസ്തത, രാത്രി തോറും അവന്റെ ദയ. ഓരോ രാത്രിയിലും ദൈവത്തിന്റെ ദയ, ഓരോ രാവിലെയും ദൈവത്തിന്റെ വിശ്വസ്തത, ഇങ്ങനെ ദൈവം അതെല്ലാം പകരുകയാണ്. അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരിക്കലും മാറുന്നവനല്ല, അവൻ മാറാത്തവനാണ്, അനന്യനാണ്, അൺചേഞ്ചിങ് ഗോഡ്. ദൈവം മാറാത്തവൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊന്നും അത് മാറിപ്പോകുന്നതല്ല, ദൈവത്തിന്റെ വചനം മാറിപ്പോകുന്നതല്ല,
ദൈവം തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നവനല്ല. അവിടെ എല്ലാം ദൈവം തന്റെ സ്വഭാവം അതുപോലെ നമ്മളോട് എങ്ങനെ തുടങ്ങുന്നു അങ്ങനെ വരെയും നമ്മളെ അവസാനിപ്പിക്കുവാൻ നമ്മളെ കൂടെ ഇരിക്കുന്നവനാണ്. ഇവിടെ ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാതെ അതിനെ കടത്തിക്കൊണ്ട് വിടുന്നവനാണ്. ഇനി നമ്മള് ഈ കഷ്ടതയിലൂടെ അടുത്ത ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഈ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മളെ ദൈവം നടത്തി വിടുമ്പോഴെല്ലാം നമ്മൾ എങ്ങനെയായിരിക്കണം. അവിടെ ചില കാര്യങ്ങൾ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, ദൈവത്തിന്റെ വചനം വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തിന്റെ എന്ന് പറഞ്ഞാൽ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. അതിൽ ഒന്നാമത് ആ ഭാഗം ഞാനൊന്ന് തൊട്ടിട്ട് നിർത്താം. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചില കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഓവറായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് സംസാരിക്കും. ആ സംസാരമല്ല അവിടെ വേണ്ടത്. അവിടെ നിങ്ങൾ പറയാൻ അല്പം സ്ലോ ആകുക. നിങ്ങൾ അധികം സംസാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ കേൾവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാതുകൾ തുറക്കുക. ആരിൽ നിന്ന് കേൾക്കാൻ? ഒന്ന്, നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ കേൾക്കണം. 2, നമ്മളെ നടത്തുന്നവരിൽ നിന്ന് നമ്മൾ കേൾക്കണം. 3, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കേൾക്കണം. 4, എല്ലാറ്റിലുപരിയായി ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കണം. ഇവിടെ കേൾപ്പാൻ വേഗത എപ്പോൾ? പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ ശോധനയിലൂടെ കടന്നു പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, ദൈവം എന്നെ ബാലശിക്ഷയിലൂടെ കടത്തുമ്പോൾ, ഞാൻ ഒരുപാട് സംസാരിച്ച് എന്റെ അതരം കൊണ്ട് പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവിടെ മൗനമായിരുന്നിട്ട്. അതുകൊണ്ടല്ലേ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു വായ നമുക്ക് തന്നിട്ടുള്ളൂ, പക്ഷെ 2 ചെവിയാ. 2 ചെവി എന്തിനാ? നമ്മൾ കേൾക്കുക. ലിസണിങ് അതൊരു ഭയങ്കര ഗിഫ്റ്റാ. ആക്റ്റീവ് ലിസണർ എന്ന് പറയുന്ന ഒരു നല്ല ഗിഫ്റ്റാ. നന്നായിട്ട് കേൾക്കുക. ആ കേൾക്കുന്നതിനകത്തൂടെയാണ് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയണം, ദൈവത്തിന്റെ ഇടപെടൽ കേൾക്കാൻ കഴിയണം. അതുകൊണ്ടാ ലവോദിക്ക സഭയുടെ വാതിൽക്കൽ നിന്നും കർത്താവ് ചോദിക്കുന്നത് ഇങ്ങനെയാ, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുക. ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ, ശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ ചെന്ന് വാതിൽ ഉറക്കാൻ പറ്റത്തുള്ളൂ. ഇനി ആ വെളിപ്പാട് പുസ്തകം മൊത്തം എഴുതുന്നിടത്തെല്ലാം എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയില്ലാത്തവന് കേൾക്കാൻ പറ്റത്തില്ല. എന്താ ഇതിന്റെ അർത്ഥം? ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നതിനൊരു കാതുണ്ട്. എല്ലാ ശബ്ദവും ജഡീക ശബ്ദം കേൾക്കുന്ന കാതുകൊണ്ടല്ല ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, വളരെ വേഗത്തിൽ ദൈവത്തിൽ നിന്ന് കേൾപ്പാൻ നമ്മൾ വളരെ ചെവി ചായ്ച്ച് കേൾക്കുക. എന്റെ ജനമേ, എന്റെ ഉപദേശം കേൾപ്പീൻ, ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെയാ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കേൾപ്പാനുള്ള ഒരു ഭയങ്കര, ആരിൽ നിന്ന് കേൾക്കണം? ദൈവത്തിൽ നിന്ന് കേൾക്കണം, ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കണം, ദൈവജനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ നിന്ന് കേൾക്കണം, നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്നെല്ലാം കേൾക്കണം. അവിടെ നമ്മൾ പറയാൻ വളരെ താമസമായിരിക്കണം. നമ്മൾ അധികം സംസാരിച്ചാൽ അത് അതുകൊണ്ട് വാക്കുകളുടെ പെരുപ്പത്താൽ ലംഘനം ഉണ്ടാകുന്നു. അവിടെ നമ്മൾ മിണ്ടാതിരിക്കുക. കർത്താവേ, ഇവിടെ ഞാൻ വളരെ മൗനമായിരുന്ന് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധി കാത്തിരിക്കുക. പിന്നെ നമുക്ക് ഈ കഷ്ടത വരുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു കാര്യമാണ് കോപം ഉണ്ടാവും. എല്ലാവരോടും ദേഷ്യമായിരിക്കും. നമ്മളോട് സംസാരിക്കാൻ വരുന്നവരോടും ദേഷ്യമാണ്, പ്രാർത്ഥിക്കാൻ വരുന്നവരോടും ദേഷ്യമാണ്, എല്ലാവരോടും നമുക്ക് വീട്ടിലുള്ളവരോടെല്ലാം ദേഷ്യം തോന്നും. കോപം അവിടെ വീക്ഷിക്കുക, കേൾക്കുക, പറയുവാൻ താമസം. 3 കാര്യങ്ങൾ: കേൾപ്പാൻ വേഗത, പറവാൻ താമസം, കോപത്തിന് താമസം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ടി വരും. അപ്പൊ സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് അറിയുക. എന്താണ് അറിയേണ്ടത്? ദൈവം എന്നെ പരിശോധിക്കുന്ന ദൈവമാണെന്നും, ദൈവം സാത്താൻ എന്നെ പരീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടെന്നും, അതുപോലെ ഞാൻ തിരിച്ചറിയണം, കർത്താവ് ബാലശിക്ഷകൾ നൽകാറുണ്ട്, പിശാച് പോരാട്ടങ്ങൾ അഴിച്ചുവിടാറുണ്ട്. ഇത് തിരിച്ചറിയാൻ എനിക്കൊരു സ്വർഗീയ ജ്ഞാനം വേണം. ദൈവം ദാനങ്ങളെ നൽകുന്നു, അത് ദൈവം നിരന്തരം നൽകുന്നു, ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു. അടുത്തതായി, ദൈവം മാറാത്തവനാണ്. ഇത്രയും ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയും. നമ്മൾ ഷോർട്ടായിട്ട് സംസാരിച്ചെങ്കിലും ഇതാണ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ദൈവത്തെ അറിയുക, ദൈവത്തെ തിരിച്ചറിയുക. ബൈബിൾ അറിയുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിയുന്നില്ലെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ടാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് അറിയുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. എങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. എങ്ങനെ എനിക്ക് സന്തോഷിക്കാൻ കഴിയും? എന്റെ പ്രയാസത്തിലും എന്റെ വേദനയിലും എന്റെ തകർച്ചയിലും എനിക്ക് സന്തോഷിക്കാൻ കഴിയണം. അതാ ഹബക്കൂക്ക് എല്ലാം തകർന്നപ്പോഴും സന്തോഷിക്കുക. ആ സന്തോഷിക്കാൻ എങ്ങനെ കഴിയും? ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം. ദൈവം മാറാത്തവനാണെന്ന് ഞാൻ നിരന്തരം തിരിച്ചറിയാൻ ദൈവം ദാനങ്ങളെ നൽകുന്നു.
തിന്മ തരാതെ നന്മകൾ നൽകുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിലും ദൈവമക്കളെ, ഏത് പ്രതിസന്ധിയിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. കഷ്ടതയിലും സന്തോഷിക്കുന്ന, കഷ്ടതയിലും പാടുന്ന, കാരാഗ്രഹത്തിൽ കിടന്ന് പാടിയ അപ്പോസ്തലന്മാർ, പത്മോസ് ദ്വീപിൽ കിടന്ന് ആത്മാവിൽ നിറഞ്ഞ യോഹന്നാൻ, അപ്പോസ്തലന്മാരുടെ ചരിത്രങ്ങൾ, ആദിമ സഭയുടെ ചരിത്രങ്ങൾ, പീഡയിലും അവർ സന്തോഷിക്കാൻ തുടങ്ങി, അവർ ആനന്ദിക്കാൻ തുടങ്ങി. അതിന്റെ കാരണം അവർക്ക് ദൈവം മാറാത്തവനാണെന്നും ദൈവം അനന്യനാണെന്നും അവർ തിരിച്ചറിഞ്ഞു. ദൈവം ദോഷം വരുത്തുന്ന ദൈവമല്ല. പിശാച് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ തെറ്റായ ചിന്ത, ദൈവം ഒരു ക്രൂരനാണെന്ന് ഒക്കെ നമ്മുടെ മനസ്സിൽ വന്ന് പറയാൻ തുടങ്ങും. ഇല്ല, ഉറക്കെ വിളിച്ചു പറയണം, എന്റെ ദൈവം ദോഷങ്ങൾ വരുത്തുന്ന ദൈവമേ അല്ല. എന്റെ ദൈവം തിന്മയായിട്ട് എനിക്കൊന്നും ചെയ്യുകയില്ല. തിന്മയായതുകൂടെ നന്മയാക്കി മാറ്റുന്ന ദൈവമാണെന്ന് ഉറക്കെ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയണം. ആര് കേൾക്കണം? നാം കേൾക്കണം. പിശാച് കേൾക്കണം. ആ അന്തരീക്ഷത്തിൽ മുഴുവനും അത് മുഴങ്ങണം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കണം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, വചനം കേട്ട എല്ലാവരോടും ദൈവം പിന്നെ ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഏത് പ്രതിസന്ധിയിലും സന്തോഷിക്കുന്ന ഒരു ഹൃദയം, ഏത് കഷ്ടതയിലും ആനന്ദിക്കുന്ന ഒരു ഹൃദയം, കഷ്ടതയിലും പാടുന്നൊരു ഹൃദയം ദൈവജനങ്ങളാകുന്ന ഞങ്ങൾക്ക് ദൈവം നൽകി തരണമേ. സ്തോത്രം പറയാൻ ആ ഒലിവുമലയിലേക്ക്, ആ ഗത്സമന തോട്ടത്തിലേക്ക്, ആ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി സ്തോത്രം പാടിക്കൊണ്ടുപോയ യേശു ഞങ്ങൾക്ക് മാതൃകയായിട്ടുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും സന്തോഷിപ്പാൻ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതിയപ്പോഴും സന്തോഷിക്കാൻ ആഹ്വാനം ചെയ്ത പൗലോസ് ഞങ്ങൾക്കൊരു മാതൃകയായി നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ആവശ്യമായ കൃപ എല്ലാ ജനത്തിനും ദൈവം നൽകി കൊടുക്കണം. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. God bless you. Amen. Thank you. God bless you. കർത്താവ് നമ്മളെ ഇന്ന് രാത്രി കാലം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. വിശ്വാസത്തിന്റെ പരിശോധന. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്നത് ഹല്ലേലൂയ നന്മയ്ക്കായി മാത്രം, ദോഷങ്ങളായി നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ശോധനയിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നവരീ ഈ രാത്രികാലി വചനം കേട്ട ദൈവ മക്കൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, സാത്താന്റെ പരീക്ഷകളും ദൈവത്തിന്റെ പരീക്ഷകളും തിരിച്ചറിയുവാൻ നമ്മുടെ സ്വർഗത്തിലെ ജ്ഞാനം ഉയർത്തിയത് ദൈവം ജ്ഞാനം നമ്മുടെ മേൽ പകരുന്ന ദൈവമാവുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ജ്ഞാനം നമുക്ക് പ്രാപിച്ചുകൊണ്ട് വിവേചിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് സഹിച്ചതായ കഷ്ടതകളും പരീക്ഷകളും, ആ പരീക്ഷയിൽ കൂടെ എല്ലാം നമ്മുടെ കർത്താവ് മഹാജയം പ്രാപിച്ചു. നമുക്ക് എങ്ങനെ ജയം പ്രാപിക്കാം? യേശു ക്രിസ്തുവിന്റെ വചനത്താലും ഉപവാസത്താലും പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ രക്തത്താലും നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. സാത്താനായവൻ ഹല്ലേലൂയ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളെ മുടിച്ചു കളയുവാൻ, നമ്മളെ തളർത്തി കളയുവാൻ, നമ്മളെ നശിപ്പിച്ചു കളയുവാൻ, കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും ആവുന്നുവെന്ന ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവ് തന്നെ വചനത്തിലൂടെ നമ്മൾ അരുളി ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവ് വന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ, സാത്താന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ തന്നെ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. വചനത്തിന്റെ ഭക്തിന്റെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ. തുടർമാന ദിനങ്ങളിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വിലയേറിയ സത്യങ്ങൾ പിന്നെയും നമുക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം പിന്നെയും നമുക്ക് ബുദ്ധിയിലെ ദൈവം തുറക്കട്ടെ. ഹല്ലേലൂയ. സഹിക്കുന്നു എങ്കിൽ നാം കൂടെ വാഴും. നമ്മുടെ കർത്താവ് സഹിച്ച കഷ്ടതയുടെ കടോരത നാം ഈ രാത്രികാലം മനസ്സിലാക്കി നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കുന്ന വാസസ്ഥലം അത് നഷ്ടപ്പെട്ടു പോകാതെ, നിത്യം നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ അബ്രഹാമിന്റെ പരിശോധന, ഹല്ലേലൂയ അബ്രഹാമിന്റെ വിശ്വാസം അത് ജീവനുള്ള വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ ചത്ത വിശ്വാസമല്ല, ജീവനുള്ള വിശ്വാസം. ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ ദൈവം വിളിച്ചതായ ശ്രേഷ്ഠതയെ വിളിക്കനുസരണമായി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാവുന്നു, എന്റെ മുമ്പാകെ നീ നിഷ്കളങ്കനായി നടക്കാം. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ദൈവം നിഷ്കളങ്കനോട് നിഷ്കളങ്കൻ, നിർമ്മലനോട് നിർമ്മലൻ, ദയാലുവോട് ദയാലു, വക്രനോട് ദൈവം വക്രനാവുന്നു. നാം നിഷ്കളങ്കരായി പരമാർത്ഥ ഹൃദയമുള്ളവരായി നമ്മുടെ കർത്താവ് നമുക്ക് മുമ്പായി നടകൊള്ളുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ.
നമുക്ക് വീണ്ടും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കരങ്ങൾ. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകം നമ്മെ ഹാലില്ല തകർത്തളയാൻ നോക്കുമ്പോൾ നാം ഈ ലോകത്തിലല്ല ആശ്രയിച്ചിരിക്കുന്നത്. മിസ്രൈമിൽ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ട ഹല്ലേലൂയ. കുതിരകളിൽ രഥങ്ങളിലും ആശ്രയിച്ചവർക്ക് അയ്യോ കഷ്ട ഹല്ലേലൂയ. നമുക്ക് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിപ്പാൻ ഇടവരാതെ വേണ്ട ഹല്ലേലൂയ. ഓവിൽ ആശ്രയിച്ച തന്നെ ആശ്രയമായിരിക്കുന്ന പക്ഷെ ഭാഗ്യവാൻ നമ്മെ ഹല്ലേലൂയ. ലക്ഷ്യസ്ഥാനത്തെത്തി എത്തിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് മുന്നോടിയായി സ്വർഗത്തിലേക്ക് കയറിപ്പോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമ്മുടെ കർത്താവ് നമ്മെ ചേർപ്പാൻ വരുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാലം വചനം കേട്ടുടമേ ദൈവത്തിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ ദൈവശക്തി കൊണ്ട് നമ്മെ നൽകിയാണ് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നീട്ടപ്പെടുന്ന ദൈവത്തിന്റെ കരങ്ങൾ, ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ, വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ. ഹല്ലേലൂയ. എല്ലാ നിരാശകളും നീങ്ങിയപ്പോൾ, എല്ലാ സമാധാനങ്ങളും നീങ്ങിയപ്പോൾ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ. നശിക്കുന്ന സകല ജീവിതങ്ങളെയും നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. ബന്ധിക്കപ്പെട്ട സകല ജീവിതങ്ങളും ബന്ധനം വഴിയട്ടെ. രോഗികളായി കഴിയുന്ന അനേകരുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നത് എല്ലാം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും പ്രാപിപ്പാൻ നമുക്ക് സാധിക്കാതെ നമ്മുടെ കുറവാകുന്നു. ഇന്ന് രാത്രികാലം ദൈവാത്മാ നമ്മെ ഓർമ്മിപ്പിക്കും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വാസനാവും. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാവും. ഞാൻ സൗഖ്യമാക്കുന്ന ഹോവിയാവും നിർമ്മിക്കുന്ന മഹാദൈവം. നമ്മുടെ കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവമാണ്. നമുക്ക് ദീർഘായുസ് നൽകുന്ന ദൈവം. ഹാലിൽ ആയുസിന്റെ മധ്യത്തിൽ എടുത്തു കളയരുതേ. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ജീവിച്ച് ദൈവനാമം മാറ്റപ്പെടുവാൻ, ആത്മാവിന്റെ ഫലങ്ങളുള്ളവരായി ഇപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പാൻ, ഇതുകൂടാതെ പ്രാർത്ഥിക്കുന്നവരായി, ഇപ്പോഴും സന്തോഷിക്കുന്നവരായി, കാരാഗ്രഹത്തിൽ പൗലോസിലാസമായിരിക്കുമ്പോൾ പൗലോസിന്റെ ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ സന്തോഷിപ്പേ സന്തോഷിപ്പേ. ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, ആനന്ദിപ്പാൻ വകയുണ്ട്, പുഞ്ചിരി പോകാൻ വകയുണ്ട്. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം തീറ്റായി സൂക്ഷിച്ചിരിക്കുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞാടിന്റെ ജീവിതത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊഴിയെ തള്ളി ഇടപെടുമെന്ന് നാം ദൈവവചനത്തിൽ ദൈവം അരുളി ചെയ്തിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം യേശുക്രിസ്തുവിനെ രക്ഷിതാൻ ദൈവമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ വചനം കേട്ടുവെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. നമ്മുടെ കർത്താവിനെ അല്ലെങ്കിൽ രക്ഷിതാൻ ദൈവമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വേർപാടിലും വിശുദ്ധിലും അപ്പനുറക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുവാൻ ആ മലയിലും ഈ മലയിലുമല്ല സത്യ നമസ്കാരിയ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നമ്മുടെ ദൈവം സത്യവാനായ ദൈവം. നമ്മുടെ ജീവിതത്തിൽ സത്യം ഉണ്ടാകണം. നമ്മുടെ ദൈവം നീതിമാൻ. നാം നീതി ചെയ്യണം, ന്യായം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നാം നിഷ്കളങ്കരായിരിക്കണം. ഹല്ലേലൂയ. പരമാർത്ഥ കൃപയുള്ളവരായിരിക്കണം. നാം വിശ്വസ്തരായിരിക്കണം. യഹോവയുടെ കണ്ണുകൾ വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നശിക്കുന്ന സകല ജീവിതങ്ങളിൽ മദ്യത്തിലും മയക്കുമരുന്നിലും വിളച്ചിലും ശുദ്ധിയിലും യഹോവയ്ക്ക് അനിഷ്ടമായ പ്രവർത്തിക്കുന്ന സകല ജീവിതങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സമുദായസ്ഥരായി എല്ലാ സമുദായസ്ഥരും ബന്ധനം വഴിയട്ടെ, സ്വതന്ത്രരായി തീരട്ടെ. പിതാവിന്റെ ആകർഷണം ഉണ്ടാകട്ടെ. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഇരുമ്പും കാന്തവുമായിട്ടുള്ള ആകർഷണം പോലെ രാത്രികാലം നശിക്കുന്ന ജീവിതങ്ങളെ കണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കാം. നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ ദീർഘായുസോടെ ദൈവം അനുഗ്രഹിപ്പാൻ, ബുദ്ധിയിലും ജ്ഞാനത്തിലും അറിവിലും അവരുടെ പഠനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ കണ്ണുനീരോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന് പ്രസാദകരമായി മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവത്തിനും ദൈവസഭയ്ക്കും മാതാപിതാക്കളും സകലർക്കും നമുക്ക് നാലെന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹവിഷയമായി മാറട്ടെ. പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സത്വ നോട്ടമിടുന്നു. ഹല്ലേലൂയ. വഴിതെറ്റിക്കുവാൻ, ദൈവനാമം ദുഷിക്കപ്പെടുത്തുവാൻ, തകർത്ത് കളയുവാൻ, ഖരാജലഭക്ഷംധനപജലെന്ന് രാത്രികാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജ്വലിച്ച് പ്രകാശിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ഹല്ലേലൂയ. യാത്ര ചെയ്യുമ്പോൾ ഒരനർത്ഥവാർത്ത അവർ ഉണ്ടാകാതെ വണ്ണം
ദൈവം കാത്തു പരിപാലിപ്പാൻ പ്രാർത്ഥിക്കാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളെല്ലാം ദൈവം കാത്തു പരിപാലിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളും മുട്ടുവാൻ അനർത്ഥങ്ങൾ അപകടങ്ങൾ ഒന്നും ഉണ്ടാകാതെ വന്ന് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഭവനങ്ങളുടെ മേൽ, നാം യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ രക്തം അടയാളമായി മരണദൂതൻ കാണാതെ തൊടാൽ, സംഹാരൻ കാണാതെ തൊടാൽ, സാത്താൻ കാണാതെ തൊടാൽ, മഹാരാജാവ് അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകടിയിൽ മറച്ചൊളിപ്പിച്ചത് കേൾക്കുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഓടി വന്ന ഭയം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ബലമുള്ള ഗോപുരത്തിൽ ഓടി വന്ന അഭയം പ്രാപിപ്പാൻ, ചിറകിൽ അഭയം പ്രാപിപ്പാൻ ഹല്ലേലൂയ കടുവന്റെ കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുന്ന പോലെ, ചിറകിൻ മീതെ ഹല്ലേലൂയ വഹിക്കുന്നത് പോലെ, കോരിന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ യെരൂശലേമിനെ നോക്കിക്കഴിഞ്ഞ കർത്താവ് മഹാരാജാവിന്റെ സന്നിധിയിൽ യെരൂശലേമേ കോരിന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്ന പോലെ എത്രവട്ടം മറയ്ക്കുവാൻ എനിക്ക് മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനങ്ങൾ ശൂന്യമായി പോകും. നമ്മുടെ കർത്താവില്ലാത്ത ഭവനങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികൾ ശൂന്യമാകുന്നു. ഹല്ലേലൂയ. രാത്രികാലം നമ്മെ നിറയ്ക്കുന്ന, നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, വൈരികളെ നീക്കിത്തരുന്ന, എല്ലാ ദുർഗങ്ങളെയും നീക്കിത്തരുന്ന മഹാദൈവത്തിന്റെ കരങ്ങൾ നമ്മോട് കൂടെയുണ്ട്. നമ്മെ മറച്ചൊളിപ്പിക്കുന്ന ദൈവം, ഏലിയാവിനെ മറച്ചൊളിപ്പിച്ച ദൈവം, സ്വയമൊക്കെയും ഹല്ലേലൂയ മറച്ചൊളിപ്പിച്ചാണ് ദൈവം മരുഭൂമി ജീവത്സവമായി നടത്തിയത്. ഹല്ലേലൂയ. ഓറഖരാജലഭക്ഷം ജലപജല ശ്രീവരബല നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പിതാവാൻ ദൈവമേ, പുത്രനാൻ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, പ്രിയ ദൈവത്തിന് വിലപ്പെട്ട ഭയങ്കരമായ നാമത്തിലും മേലായ നാമത്തെ വീണ്ടും ഒരുമിച്ച് സ്തുതിക്കുന്ന കർത്താവേ, ഈ പ്രവർത്തനത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രവർത്തനം നടന്നു മക്കളെയും, വചന സൂക്ഷിച്ച മക്കളെ, എല്ലാ വചന സൂക്ഷിക്കുന്ന ഭക്തന്മാരെയും, എല്ലാ ലീഡ് ചെയ്യുന്ന മക്കളെയും, പാട്ട് പാടുന്ന മക്കളെയും എല്ലാവരും തിരുനാമത്തിൽ അനുഗ്രഹിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിലുള്ള വിടുതൽ അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ അനുഭവിപ്പാൻ നിങ്ങൾക്ക് ഭാഗ്യം തന്നുകൊണ്ട് സ്തോത്രം ചെയ്യും. രാത്രികാലം വചനത്തിന്റെ വാതിൽ ദൈവത്തെ തുറന്നു കൊടുത്താൽ നിർമ്മാണ പഠനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. ഒരിക്കുന്നവർ മാറ്റിക്കൊടുന്ന അപ്പച്ചന്റെ വചനം ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കുവാനെടുത്ത വചനം, നിങ്ങൾക്ക് അനുസരിപ്പാനെടുത്ത വചനം, നിങ്ങൾ വചനപ്രകാരം ജീവിപ്പാൻ കൃപന്ന് മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. രാത്രികാലം സുഖവർഗങ്ങൾ തരണം പ്രഭാവത്തില് അവിടുത്തെ മുഖശോഭ കണ്ട് ഉടമ്പടിക്കുന്നതിന് നന്ദി കരയേറ്റുവാൻ സഹായിക്കണം. ആർക്കൊരു ദോഷം വരാതെ പരിപാലിക്കണമേ പ്രാർത്ഥിക്കുന്ന, പ്രാണനെ പരിപാലിക്കുന്ന, ഗമനത്തെ ആഗമനത്തെ ഇതിനൊന്നേക്കും പരിപാലിക്കുന്നത് പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന സംഭവം, അനർത്ഥങ്ങൾ ആപത്തുകൾ ഒന്നും ഉണ്ടാകും. എല്ലാം നീങ്ങിപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ കരങ്ങൾ മാത്രമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. അതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റവും താഴ്മ അപേക്ഷിക്കുന്നതായി ഉണ്ടായി കേൾക്കണം. ജീവനുള്ള പിതാവേ, ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുനരപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച എല്ലാവരുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും വചന സംസാരിച്ച ഭക്തരോടും ഈ പ്രകടനം കിടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഭൂലോട് സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ കൃപയും സാന്നിധ്യവും എപ്പോഴും